തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ യാത്രക്കാർ കുടുങ്ങി. ശ്രീലങ്കൻ എയർലൈൻസിൽ യാത്ര ചെയ്യാനെത്തിയവരാണ് വിമാനത്താവളത്തിൽ കുടുങ്ങിയത്. കഴിഞ്ഞ ദിവസം യാത്ര ചെയ്യാനിരുന്നവരുടെ ടിക്കറ്റ് റദ്ദായിരുന്നു. പിന്നാലെ യാത്രക്കാർ പ്രതിഷേധിച്ചതോടെ വിമാന സർവീസ് കമ്പനി പ്രശ്നം പരിഹരിക്കാൻ ഇടപെടുകയായിരുന്നു. ശ്രീലങ്ക വഴി കണക്റ്റഡ് ഫ്ലൈറ്റുകളിൽ ഗൾഫ് രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യാനിരുന്നവരാണ് തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ കുടുങ്ങിയത്. വിമാനം റദ്ദാക്കിയതിനെ തുടർന്ന് 40ഓളം യാത്രക്കാർ എന്തു ചെയ്യണമെന്നറിയാതെ വലഞ്ഞു. പിന്നാലെ യാത്രക്കാരോട് ഇന്ന് വരാനായി ശ്രീലങ്കൻ എയർലൈൻസ് നിർദ്ദേശിച്ചു. എന്നാൽ ഇന്നെത്തിയ യാത്രക്കാർക്ക് വീണ്ടും ടിക്കറ്റ് ലഭിക്കാത്തത് തിരിച്ചടിയായി. ഇതുമായി ബന്ധപ്പെട്ട് അധികൃതരുടെ ഭാഗത്തുനിന്ന് വിശദീകരണമൊന്നും ഉണ്ടാകാതെ വന്നപ്പോൾ യാത്രക്കാർ പ്രതിഷേധിച്ചു. ടിക്കറ്റ് അടിച്ച് തന്ന് നമ്മൾ ഇന്ന് രാവിലെ കാത്തിരിക്കാം. നമ്മുടെ ടിക്കറ്റ് കൺഫേം അല്ല, നമ്മൾ വിളിച്ച് പറഞ്ഞിട്ടില്ല. നമ്മളിവിടെ വന്നു, ഇപ്പോൾ 8:30 ആയപ്പോൾ നമ്മൾ വിളിച്ച് പറയുകയാണ് നിങ്ങൾ ടിക്കറ്റ് കൺഫേം അല്ല, നാളത്തേക്ക് ടിക്കറ്റാണ്. നമുക്ക് 2 പ്രാവശ്യം വന്നു ഇപ്പോൾ നമുക്ക് കോമ്പൻസേഷൻ ഇല്ല, നമുക്കിവിടെ അക്കോമഡേഷൻ ഇല്ല, നമുക്ക് വേറെ ടിക്കറ്റ് ഇതുവരെ അറേഞ്ച് ചെയ്തിട്ടില്ല. നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഇതിൽ വിശ്വസിച്ച് ടിക്കറ്റ് എടുത്തല്ലേ. നമ്മൾ റീഎൻട്രി സമയം കഴിയത്തില്ല, നമ്മളവിടെ ജോലി ചെയ്യുന്നതല്ലേ. നമ്മുടെ കാര്യം മനസ്സിലാക്കാതെ എങ്ങനെ ചെയ്ത് നമ്മൾ ചെയ്യുക? യാത്രക്കാർ പ്രതിഷേധിച്ചതോടെ വിമാന സർവീസ് കമ്പനി പ്രശ്നം പരിഹരിച്ചു. ഇന്ന് നാളെയുമായി യാത്രക്കാർക്ക് മറ്റ് വിമാനങ്ങളിൽ ടിക്കറ്റ് ഉറപ്പു നൽകി. നാളെ യാത്ര ചെയ്യുന്നവർക്ക് താമസ സൗകര്യവും തയ്യാറാക്കി. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.